സൺഡേയിൽ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതായിരിക്കുന്ന ചിന്തയുടെ പുറകാലെയാണ് സൺഡേയിൽ ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമുക്ക് ദിവസത്തെക്കാട്ടിൽ പ്രത്യേകത, ഈ ലോകത്തിൽ ഒരുവൻ മാത്രം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, അവനാണ് യേശു ക്രിസ്തു. അപ്പോ സൺഡേ സ്കൂള് മറക്കല്ലേ, സൺഡേയിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഓർമ്മയിലാണ് നമ്മൾ സൺഡേ സ്കൂളും ആരാധനയും ഒക്കെ കൂടുന്നത്. ഓക്കെ, ഇനി സൺഡേ സ്കൂളിലെ പാഠ്യവിഷയം എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? സൺഡേ സ്കൂളിലെ പാഠ്യവിഷയം കെമിസ്ട്രി ആണോ? കെമിസ്ട്രി ആണോ? അല്ല, ഫിസിക്സ് ആണോ? സൺഡേ സ്കൂളിൽ എന്തോ പഠിക്കുന്നേ? ദൈവവചനം, വേദപുസ്തകം, ദൈവവചനം. അത് ഇച്ചിരൂടെ മുൻപോട്ട് പോയി പറയാം, ദൈവത്തെ കുറിച്ചുള്ള പഠന. എന്താ സൺഡേ സ്കൂളിൽ പഠിക്കുന്നത്? ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നാം ദൈവത്തെ പരിചയപ്പെട്ട് അറിഞ്ഞ് നാം ദൈവാനുരൂപികളായിത്തീരും. നമ്മൾ ദൈവത്തെ പോലെ ആകുന്ന ഒരു പ്രക്രിയ, ഒരു വഴിയിലാവും. അപ്പൊ ആ പഠനം എന്ന് പറയുന്നത് അതാ. അപ്പൊ ഈ പഠനം നമ്മള് ദൈവത്തെ പോലെ, നമ്മുടെ രക്ഷകനായ കർത്താവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു പഠനമാണ്. മറക്കല്ലേ. അപ്പൊ ഞായറാഴ്ച എന്തിനാന്ന് ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയുടെ പ്രാധാന്യം എന്താന്ന് ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയില് എന്തുകൊണ്ടാണ് സൺഡേ സ്കൂൾ വെച്ചതെന്നും പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് ഞായറാഴ്ചത്തെ പാഠ്യവിഷയം ദൈവത്തെ കുറിച്ചാണ്. നമുക്ക് വെളിപ്പെട്ടു വന്ന ദൈവം യേശു ക്രിസ്തുവാ. ആരാ? യേശു ക്രിസ്തു. എല്ലാരും കൂടെ ഒരുമിച്ച് പറഞ്ഞേ, ആരാ? യേശു ക്രിസ്തു. എല്ലാവരുടെ ശബ്ദം. ഓക്കെ. സാറ് പഠിപ്പിക്കാൻ, നമ്മൾ ടീച്ചറെ പഠിപ്പിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ എല്ലാവരും എങ്ങനെ മ്യൂട്ട് ചെയ്യുമോ ബ്രദറെ? അല്ല, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാരും തുറക്കണം. ഇത് കുറച്ചുപേര് മാത്രമേ തുറന്നിട്ടുള്ളൂ. പക്ഷെ തുറക്കുന്നവർ സൂക്ഷിച്ചു വേണം. അപ്പോ ഇന്നത്തെ പാഠ്യവിഷയം എന്താ? യേശു ക്രിസ്തു. എന്തോ പറഞ്ഞേ? ഞാനിവിടെ മ്യൂട്ട് ചെയ്തോളാം. ഞായറാഴ്ചയുടെ പാഠ്യവിഷയം ദൈവമാണ്. നമ്മുടെ ദൈവം യേശു ക്രിസ്തു. അപ്പൊ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനം ഒക്കെയാണ് നമ്മൾ ഞായറാഴ്ച പഠിക്കുന്നത്. അത് നമ്മളുടെ ജീവിതത്തെയും നമ്മളെയും രൂപപ്പെടുത്തും. അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹത്തോടെ, വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എല്ലാ ആഴ്ചയും വരണം. ഇതൊരു വലിയ സന്തോഷമാണ്. ജീവിതത്തിന്റെ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചോദിക്കാനും മറുപടി ലഭിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനുള്ള അവസരമുണ്ട്. അതിനിപ്പോ സൺഡേ സ്കൂളിന്റെ വിഷയങ്ങൾ മാത്രമൊന്നുമില്ല. എന്തോ വിഷയം വേണമെങ്കിലും ചോദിക്കാം, ഞങ്ങൾ മറുപടി തരാം കേട്ടോ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ വെൽക്കം യു ഓൾ. എല്ലാവരെയും, ജോയൽ തൊട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. പ്രത്യേക കവിത ടീച്ചറിന് എൻ്റെ പ്രത്യേകമായിരിക്കുന്ന അഭിനന്ദനം, ഗ്രീറ്റിംഗ്സ്. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായിരിക്കുന്ന അഭിനന്ദനങ്ങളും ഗ്രീറ്റിംഗ്സും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് ഉപസംഹരിക്കുകയാണ്. ദൈവം ധാരാളമായിട്ട് ഇതിനെ അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടും അനേക വ്യക്തികൾ, അനേക കുഞ്ഞുങ്ങള് ഇന്ന് മാർഗം ഏതെന്നറിയാതെ അലയുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ ഇതിൽ യഥാർത്ഥമായ സത്യമാർഗം കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ സൺഡേ സ്കൂളിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പങ്കിട്ടുകൊണ്ട് പ്രത്യേകം നമ്മുടെ ജോൺ ജോസഫ് സാറിനൊക്കെയും വളരെ അധ്വാനിക്കുകയും ഇതിന്റെ പിറകിൽ ഒത്തിരി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും കവിത ടീച്ചറെയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഭാഗം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മനോഹരമായിട്ട് സംസാരിക്കാൻ സഹായിക്കുന്ന 7 പ്രധാന ടിപ്പുകളെ കുറിച്ചാണ്. നമുക്കറിയാം, പലർക്കും സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ജോയൽ, പ്ലീസ് ലിസൺ.
രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, നമ്മുടെ ബന്ധുക്കളിൽപ്പെട്ട ആളുകളോട്, കുടുംബത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവും നമുക്ക് നേരിടാറില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സദസ്സിൽ നമ്മളോട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തീർന്നു നമ്മുടെ എല്ലാം. മനോഹരമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണെങ്കിലും നമ്മുടെ എല്ലാ കഴിവുകളും ഇല്ലാതെ നമ്മൾ ഒട്ടും സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ സഹായിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള 7 ടെക്നിക്കുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രസംഗം മാത്രമല്ല സംസാരം. മുമ്പോട്ട് പോകണോ? ഈ വിഷയം താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? മുമ്പോട്ട് കാണണേ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സ്വാഗതം പറയാൻ കഴിയുക, ആശംസ അർപ്പിക്കാൻ കഴിയുക, അതല്ലെങ്കിൽ നന്ദി പറയാൻ കഴിയുക, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ നമുക്ക് ഉണ്ടാകാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ചർച്ച നടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്തെങ്കിലും കാര്യം പറയാൻ കഴിയുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, ഭയത്തിന്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാക്കുകയും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്നുമില്ല, സിമ്പിളാണ്. ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ, നമ്മൾ എന്ത് കാര്യം സംസാരിക്കാൻ പോവുകയാണെങ്കിൽ അതിനു മുൻപ് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്ക് നിങ്ങൾ എടുക്കണം. അങ്ങനെ ഓക്സിജൻ എടുക്കുമ്പോഴാണ് നമ്മുടെ ബോഡി നോർമൽ ആകുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ മനസ്സിനകത്ത് സൃഷ്ടിക്കുക. സെന്റൻസ് ബൈ സെന്റൻസ് നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കേണ്ട. ജനറൽ ആയിട്ട് നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് മാത്രം മതി. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ നാച്ചുറലായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ മനോഹരമായിട്ട് സംസാരിക്കുന്നതായിട്ടും നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ അത് ആസ്വദിച്ച് കേൾക്കുന്നതായിട്ടും നിങ്ങളൊരു 30 സെക്കൻഡെങ്കിലും ഒന്ന് കണ്ണടച്ചിട്ടോ അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരു വിഷ്വലൈസേഷൻ നടത്തുക. നാലാമത്തെ കാര്യം, നാച്ചുറലായിട്ട് നിങ്ങളായിട്ട് ഡെലിവറി ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ പുലർത്തിക്കൊണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മയുണ്ടോ, ഡോണ്ട് വറി, നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, മനോഹരമായിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കുക. സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന ഭയം, രംഗഭീതി എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ആ ഒരു അപകടം പിടിച്ച സാധനത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 30 മുതൽ 45 സെക്കൻഡ് വരെ മാത്രമേ നമ്മൾ ജീവിക്കാൻ അതിന് കഴിയും. അത് കഴിയുമ്പോൾ നിങ്ങൾ അതിന് പുറത്തു കിടക്കും. സ്റ്റേജിൽ കയറി നിന്ന് പതുക്കെ തുടങ്ങുക. എല്ലാം കൂടെ നിങ്ങൾ പറയാൻ ശ്രമിക്കണ്ട. വേദിയിലുള്ളവർ അഡ്രസ്സ് ചെയ്യുക. സാവധാനം തുടങ്ങുമ്പോഴേക്കും ഒരു 30 മുതൽ 45 സെക്കൻഡ് വരെ കഴിഞ്ഞു പോകും. അതോടുകൂടെ നിങ്ങൾ ഫ്രീ ആകും, നിങ്ങൾ സ്വതന്ത്രനാകും, നിങ്ങൾ റിലാക്സ്ഡ് ആകും. ആ റിലാക്സേഷൻ തന്നെയാണ് നിങ്ങൾക്ക് സ്റ്റേജ് ഫിയറിനെ മറികടക്കാൻ സാധിക്കുക. പിന്നെ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ നോക്കുക. നിങ്ങൾ 10 പേരോടാണ് സംസാരിക്കുന്നതെങ്കിൽ 10 പേരുടെ കണ്ണിലേക്കും മുഖത്തേക്കും ഒന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഐ കോണ്ടാക്ട് മനോഹരമായിട്ട് നിങ്ങൾ പുലർത്തണം. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന, 6ാമത്തതായിട്ട് പറയാൻ പോകുന്നത്, സംഭാഷണത്തിൽ ഒരേ മോഡുലേഷനിൽ തന്നെ ഒരിക്കലും തന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകരുത്. പറയുന്നതിനനുസരിച്ച് ആരോഹണ അവരോഹണ ക്രമത്തിനനുസരിച്ച് മോഡുലേഷൻ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനൊരു മോഡുലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. കൃത്യമായിട്ടൊരു മോഡുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രസംഗത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുക. അവസാനത്തെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു പ്രസംഗവും അവസാനിപ്പിക്കേണ്ടത് ഒന്ന് സംഗ്രഹിക്കുക. നിങ്ങൾ പറഞ്ഞതിന്റെ ആകത്തുക എന്താണോ അതിനൊരു 30 സെക്കൻഡിലേക്ക് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, അതിനെ സംഗ്രഹിക്കുക. എന്നിട്ട് എല്ലാവരോടും നന്ദി പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈ 7 കാര്യങ്ങൾ നിങ്ങളുടെ പ്രസംഗത്തിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനോഹരമായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ട് മാറാൻ കഴിയും. അതിന് കഴിയട്ടെ. ഓക്കെ, പ്ലീസ്. എങ്ങനെയാണ് പ്രസംഗിക്കുന്നുള്ള കാര്യം എന്തെങ്കിലും ചെറുതായിട്ട് മനസ്സിലായോ?
മനസ്സിലായി. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജമീമ വന്നല്ലോ. ജെനിയ വന്നല്ലോ. ജമീമയും വന്നിട്ടുണ്ട്. ജമീമയും വന്നിട്ടുണ്ട്. ആ, സ്തോത്രം. അല്ലെങ്കിൽ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇന്നിപ്പം പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരവരുടെ ക്ലാസ്സുകൾ ഒന്ന് പറയാം. നമുക്ക് ക്ലാസ് വൈസ് ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയാം. ജോയൽ ജി, आप कौन सी क्लास में हैं? In which class you read? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? Pardon? Aha, very good. LKG. You are very smart. You are very smart. We all love you. Hallelujah. You are a child of God, is it? മോനൊരു ദൈവത്തിന്റെ കുഞ്ഞാണല്ലേ? ദൈവത്തിന്റെ കുഞ്ഞല്ലേ? ആ, അതുകൊണ്ട് ഞങ്ങൾ മോളെ സ്നേഹിക്കുന്നു കേട്ടോ. മോൻ LKG-യിലാണ്. ഇനി അടുത്തയാള് ബെൻഹേൽ. ഓക്കെ, മോൻ എത്ര ക്ലാസ്സിലാ മോനെ? 3-ല്. 4th. ഓക്കെ. Then Ahinova 8. 9th. Okay, 9. ഓക്കെ, ആരും അടുത്തത് ആഷ്ലി ആൻഡ് അലൻ. ആഷ്ലി മോള് 10th-ലും അലൻ മോൻ 3-ലും അല്ലേ മോനെ? ഓക്കെ. Then ഡാനി മോൻ. ഹലോ ഡാനി കുട്ടാ, ഹായ് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തിട്ടാ ഹായ് പറഞ്ഞേ. ഹായ്. ഡാനി മോൻ എന്ത് ചെയ്യേ? ഡാനി കുട്ടാ പെട്ടെന്നാട്ടെ. ഓക്കെ. ഹന്ന ആൻഡ് ജോയൽ. പോകല്ലേ ആരണ്ടൊക്കെ പോയി. എല്ലാരും അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. അൺമ്യൂട്ട്. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് കൊണ്ടുവരാം. സംസാരിക്കുന്നു. പറഞ്ഞാലും ജോയൽ എത്രാമത്തെ ക്ലാസ്സിലാണ് മോനെ പഠിക്കുന്ന? ജോയൽ ജെ ലാലു. ജോയലിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ജോയൽ അല്ലേ KG അല്ലെ LKG? ഓക്കെ, ജോയൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നിഷ മോളെ, നിഷയുടെ പേര് അതല്ല. നിഷാമോടെ പേരെന്ന് പറയാമോ? എന്താ മോനെ? ശ്രദ്ധ. ഓക്കെ. മോന്റെ മോളെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 10th-ല്, അനിയത്തി 3rd standard. ഓക്കെ. അപ്പൊ ക്ലാസ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങള് ജാക്ലിൻ ജോണി പ്ലീസ്. 8th standard. 8th standard. ജസൻ പറഞ്ഞായിരുന്നോ? ജസൻ പറഞ്ഞിട്ടില്ല. ജസൻ എത്ര ക്ലാസ്സിലാ? അത് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, അതാ പ്രശ്നം. ആരാ? ഇവരെല്ലാം അൺമ്യൂട്ട് ചെയ്യണം, എങ്കിലേ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഞാന് സാറ് പറഞ്ഞല്ലോ. ആരാ സാറേ അൺമ്യൂട്ട് ചെയ്യണ്ടേ? ജസൻ മോനെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ടച്ച് ചെയ്താൽ മതി. ഓക്കെ. ജസൻ മോൻ വോയിസ് കൊടുത്തേ. ജസൻ മാത്യു. ജസൻ. നാദിയ 10th സ്റ്റാൻഡേർഡ് ആണ്. Praise the Lord. Hallelujah. Anyhow, നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ടീച്ചറെ, ഇവരുടെ ലിസ്റ്റ് എടുക്കുമ്പോഴേ അവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ ക്ലാസ് കൂടെ ചോദിച്ചെടുക്കുക.
ഓക്കെ ഓക്കെ അവരെ ഒന്ന് വിളിച്ച് അവരുടെ ക്ലാസ് കൂടെ, അത് വളരെ പ്രധാനപ്പെട്ട, കാരണം ജോയൽ പോലുള്ള കുഞ്ഞുണ്ട്, മുതിർന്നവരുണ്ട്. അപ്പൊ അവരെ നമുക്ക് എവിടെ വെച്ചെങ്കിലും സെഗ്രിഗേറ്റ് ചെയ്യണം. ഓക്കെ നമുക്ക് ഇതിനകത്ത് ഞാൻ വേറൊരു ഓപ്ഷൻ ഉണ്ടാക്കി കൊണ്ടുവരാം. പോളിംഗ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പോളിങ്ങിനകത്ത് അവരെ കൊണ്ട് പോളി ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ അറ്റൻഡൻസ് കിടക്കണം. അടുത്ത ക്ലാസ്സിൽ ചെയ്തു തരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ കൂടെ നമുക്ക് നമ്മളെ ആത്മാർത്ഥമായിട്ട് ചില കാര്യങ്ങളൊക്കെ ടീച്ചിങ് സ്റ്റാഫിനൊക്കെ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ആൻഡ്രൂസ് സാർ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്നേഹവന്ദനം. സ്തോത്രം. ആമേൻ. സ്തോത്രം. താങ്ക് യു സർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവദാസന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം. നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഇതിന്റെയൊക്കെ മുമ്പിൽ നിന്ന് ചുക്കാൻ പിടിക്കാനായിട്ട് ദൈവദാസനം ഉണ്ടാകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അലക്സ് സാറിന്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും കൂടെ സഹകരണം ആകുമ്പോൾ ഇത് വളരെ കാര്യക്ഷമമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിസ്സംശയം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ലാസ്റ്റില് സാർ അല്പസമയം നിൽക്കണേ. സ്തോത്രം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചർ ക്ലാസ് എടുക്കും. അതിനുശേഷം ഒരു നല്ല വീഡിയോ ഉണ്ട്. നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റോറി, വെരി ഗുഡ് സ്റ്റോറി. ആ സ്റ്റോറി എന്നെ വളരെയധികം അങ്ങ് സ്പർശിച്ച ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി കണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചിട്ടുമുണ്ട്. ആ കഥ കേട്ട് ഞാൻ വളരെയധികം ആകാംക്ഷയുണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്റ്റോറിയാണ്. ടീച്ചർ പഠിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ സ്റ്റോറി കാണിക്കാം. സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? യെസ്. അപ്പൊ ഏറ്റവും അവസാനം നമുക്ക് എല്ലാ ദിവസവും സ്റ്റോറി ആയിരിക്കും. പുതിയ സ്റ്റോറി നമ്മൾ കൊണ്ടുവരും. ആ സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആവും. എങ്ങനെയാ ജോയിലെ സ്റ്റോറി ആകുന്നത്? സ്ട്രോങ് ആകുന്നേ? സ്ട്രോങ് ആകുന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പ്ലീസ് ടീച്ചർ, യു പ്ലീസ് ടേക്ക് ഒരു ലെസൺ എടുത്താൽ. ഓക്കെ, താങ്ക് യു സാറേ. ബഹുമാനപ്പെട്ട അലക്സ് സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ തോമസ് സാറിനോടും വളരെ നന്ദി അറിയിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. കൂട്ടുകാരെല്ലാം റെഡിയാണോ? എല്ലാരും ഓക്കെ. മ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ. വീഡിയോ ഓണാക്കാൻ കഴിയുന്ന കൂട്ടുകാര് വീഡിയോ ഓണാക്കണം. എല്ലാവരും വീഡിയോ ഓണാക്കുന്നതാണ് ടീച്ചറിന് ഇഷ്ടം. എല്ലാരെയും കാണണ്ടായോ ടീച്ചറിന്? അപ്പൊ വീഡിയോ ഒക്കെ ഓണാക്കി ഇരിക്കുവാണെങ്കിൽ വലിയ സന്തോഷം. അപ്പൊ ക്ലാസ്സിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും പറ്റും വീഡിയോ ഓണാക്കി ഇരിക്കുമ്പോൾ കേട്ടോ. ഈ സമയത്ത് കളിക്കരുത്, ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചയില് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് എന്താണ് പഠിപ്പിച്ചു തന്നതൊക്കെ അറിയാം അല്ലേ? ഒരു മനപ്പാഠവാക്യം പറഞ്ഞായിരുന്നു. അറിയുവോ? അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മനപ്പാഠവാക്യം ഒന്ന് പറഞ്ഞേ. ആദ്യം പറയുന്ന ആരാണ്? ഒഴിവാ. യോഹന്നാൻ 1:1. പറഞ്ഞു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആർക്ക് പറയാം? ഒന്ന് രണ്ടുപേരും കൂടെ ഓടി വന്ന് പറഞ്ഞേ. ടീച്ചർ ഞാൻ വന്നില്ല. ഓക്കെ, പറഞ്ഞാട്ടെ. പറഞ്ഞു. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിൽ കൂടിയാണ്, വചനം ദൈവമാണ്. യോഹന്നാൻ 1:1. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഡാനിമോൻ അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. അൺമ്യൂട്ട് ചെയ്യും മോനെ. അൺമ്യൂട്ട് ചെയ്യും. എന്നിട്ട് പറ. അൺമ്യൂട്ട് ആയില്ല. ഡാനിമോൻ അൺമ്യൂട്ട് ചെയ്തേ മോനെ. മൈക്ക് ടച്ച് ചെയ്തേ. മൈക്ക് ടച്ച് ചെയ്തേ. ആവട്ടെ. ഓക്കെ. വചനം ദൈവത്തിന്റെ
ഓക്കെ ഓക്കെ. ആദ്യം എന്തായിരുന്നു? വചനം ദൈവമായിരുന്നു, വചനം കൂടെ. ഓക്കെ. 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 അപ്പോഴ് നമ്മൾ വേറെ ഒരു കാര്യം പഠിച്ചായിരുന്നു. ഈ ബൈബിളില് വേദപുസ്തകത്തില് 66 പുസ്തകങ്ങളുണ്ട്. 66 പുസ്തകങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത് ആർക്കറിയാം? പഴയ നിയമവും പുതിയ നിയമവും. ബൈബിളിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 66 എത്ര പുസ്തകമുണ്ട്? 66 പുസ്തകം. 66 പുസ്തകങ്ങളുണ്ട്. അപ്പോഴ് നമുക്ക് നമ്മുടെ ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ പഴയ നിയമ പുസ്തകക്രമം പഠിച്ചുകൊണ്ട് വരാനാണ് ടീച്ചർ പറഞ്ഞത്. ഇന്ന് പഠിച്ച ഒരാള് പഴയ നിയമ പുസ്തകക്രമം, പഴയ ആഷ്ലി ഒന്നും പറയണ്ട, പുതിയ ഒരാളൊന്ന് പറയാമോ? അറിയാവുന്ന ആരുണ്ട്? പഠിച്ചോ? പറയട്ടെ. പറഞ്ഞാട്ടെ. പറഞ്ഞു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യാവ്, എസ്തേർ, ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യം, സഭാപ്രസംഗി, യെശയ്യാവ്, ഇരമ്യാവ്, വിലാപങ്ങൾ, എസ്കേൽ, ദാനിയേൽ, ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നെഹൂം, ഹബക്കൂക്ക്, സെഫന്യാവ്, ഹഗ്ഗായി, സെക്കരിയാവ്, മീഖ, മലാക്കി. ഓക്കെ. ബാക്കിയെല്ലാം വെരി ഗുഡ്. ഓക്കെ. പഴയ നിയമം ഒന്ന് നോക്കാം അല്ലേ? വന്നിട്ടുണ്ട്. നമുക്ക് പഴയ നിയമ ക്രമങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ പുസ്തകം ടീച്ചറെ മ്യൂട്ട് ആയിപ്പോയി. അൺമ്യൂട്ട് ചെയ്തേ. ജെനിയ മോൾ അൺമ്യൂട്ട് ചെയ്താട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. നമുക്ക് ഒരുമിച്ച് പറയാം. ഉൽപ്പത്തി. നിങ്ങളുടെ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, യോശുവ, അഞ്ചെണ്ണം പിടിപ്പിച്ച. ഓക്കെ, 5 എണ്ണം. ഓക്കെ ആണോ? ചെറിയ കൂട്ടുകാരൻ പുറപ്പാട്, ലേവ്യ, സംഖ്യ. ആ പാട്ട് ആർക്കറിയാം? ആ പാട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർക്കറിയാം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചതായിരുന്നു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. കൂടെ പാടിയേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. ഓർക്കുന്നില്ലേ? ഡാഡി ഓർക്കുന്നില്ലേ? ആഷിക്കും അറിയാം മോനെ? മോക്കറിയാമോ? ഒന്നൊന്ന് പഠിക്കും മോനെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്, അല്ല ഒന്ന് മോന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു ഒന്ന് കാണട്ടെ. മതി ഉള്ളത് മതി. ഹലോ, അൺമ്യൂട്ട് ചെയ്യണേ മോളെ. ഓക്കെ മോനെ, പഠിക്കും, കുഴപ്പമില്ല. വീഡിയോ ഓൺ ആക്കിയാലും കുഴപ്പമില്ല. ആവർത്തനം, യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ,
രണ്ട് രണ്ട് ശമൂവേൽ ശമൂവേൽ 1 2 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം എസ്രാ നെഹമ്യാവ് എസ്തറിയോ എസ്രാ നെഹമ്യാവ് എസ്തറിയോ സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം യെശയ്യാവ് യിരെമ്യാവ് വിലാപങ്ങൾ എസേക്യൽ. എനിക്ക് എത്ര അറിയാമോ, ബാക്കി അറിയത്തില്ല. ആ മതി മതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ആഷ്ലി മോൾക്ക് ഇന്നൊരു സമ്മാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും. അശ്ലി മോൾ നന്നായിട്ട് പാടിയിരിക്കുന്നു. അപ്പോൾ ആഷ്ലി മോൾക്ക് ഒരു സമ്മാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളത് മോൾക്ക് അയച്ചു തരുമേ. മതി. എന്താ മോനെ? Okay. എനിക്ക് സമ്മാനം ഒന്നും വേണ്ട, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ താങ്ക് യു. ഞങ്ങൾക്ക് സമ്മാനമുണ്ട്. Very good, bless you. മോളെത്രയിലാണ് പഠിക്കുന്നത്? 10. ഞാൻ 10ല്. 10ല്. ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഈ പ്രാവശ്യം നല്ല മാർക്കോട് കൂടി എല്ലാത്തിനും A+ഓട് കൂടി ജയിക്കാനായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. എന്റെ പേര് പാസ്റ്റർ തോമസ് ആൻഡ്രൂസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തായിട്ട് പോകുന്നത്, നമ്മൾ അടുത്ത ഞായറാഴ്ച നമ്മൾ വളരെ ടൈം ഷെഡ്യൂൾ വളരെയധികം ടൈറ്റ് ആയിട്ട് നമ്മൾ അത് കീപ്പപ്പ് ചെയ്യും. ഇപ്പോൾ ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഞാൻ നല്ലൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ആഷ്ലി മോള് പാടിയ പാട്ടിന്റെ വീഡിയോ ഓഡിയോ ക്ലിപ്പ് ആർക്കൊക്കെ വേണം? അതിന്റെ ഓഡിയോ, അതിന്റെ ശബ്ദ മാർക്കൊക്കെ വേണം? തന്നു കഴിഞ്ഞാൽ അതെല്ലാം ചെറുതായിട്ട് പാടി പഠിക്കണം കേട്ടോ. തരട്ടെ, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിന്റെ ശബ്ദം നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാമേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. താങ്ക് യു സർ. പോകല്ലേ. സ്വത്രം ഒരു കാര്യം കൂടെ ഉണ്ട്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒക്കെ എന്താ പറ്റിയടാ? ഒന്നുമില്ല. എടാ, ഞാൻ കുറച്ച് ദിവസം നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്റെ മൈൻഡ് ശരിയല്ല. എന്താ നിന്റെ പ്രശ്നം? നമുക്ക് ഇന്നത്തെ കളി നിർത്താം. നീ വാ. നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഈ കാലത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നീ ഇരി. ഡാ, മനസ്സിനൊരു സമാധാനമില്ല. ജീവിതം വല്ലാത്തൊരവസ്ഥയില്ല. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ഇതുവരെ കാര്യം എന്നോട് പറഞ്ഞില്ല. ഡാ, ജോലി തന്നെ പ്രശ്നം. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇപ്പം തന്നെ വീട്ടിൽ ഒരു വിലയില്ല. ഞാൻ ചെയ്യുന്നൊന്നും ശരിയാവുന്നില്ല. നിനക്കറിയോ, എനിക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നീ വിഷമിക്കണ്ട. എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവും കേട്ടിട്ടില്ലേ? നിനക്കും ഒരു ദിവസം ഉണ്ടാവും. എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. ഡാ, ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയം ഓടുകയല്ല വേണ്ടത്. അതിനോട് പൊരുതാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവസഹായം ഉണ്ടാവും.
നിനക്ക് നമ്മുടെ അലക്സിന്റെ കാര്യം അറിയില്ലേ? ശരിയാവാൻ എനിക്ക് ആ പ്രതീക്ഷയൊന്നുമില്ല. ഡാ, ഈ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ ഭയം ഓടുകയല്ല വേണ്ടത്, അതിനോട് പൊരുതാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് ദൈവസഹായം ഉണ്ടാവും. നിനക്ക് നമ്മുടെ അലക്സിന്റെ കാര്യം അറിയില്ലേ? പിള്ളേരെ, കുഞ്ഞുങ്ങളെ, നമുക്ക് ആർക്കാണ് ദൈവത്തിന്റെ സഹായം കിട്ടുന്നത്? ദൈവത്തിന്റെ സഹായം കിട്ടുന്നത് ജീവിതത്തില് ധൈര്യമുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ സഹായം കിട്ടുകയുള്ളൂ. ധൈര്യമില്ലാത്തവർക്ക് ദൈവം ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യും. എന്നാൽ നമുക്കുകൂടി അല്പം ജീവിക്കാനുള്ളതായിരിക്കുന്ന ഒരു ധൈര്യം നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ. ദൈവം സഹായിക്കുമെന്നുള്ള ധൈര്യമാണ് ഏറ്റവും വലിയ ധൈര്യം. ഓക്കെ, ചായ. അവനിതവരെ എഴുന്നേറ്റില്ലേ? ഇല്ല. ഇന്നല്ലേ അവന്റെ ഇന്റർവ്യൂ? ഓരോ ഉത്തരവാദിത്തമില്ലാതെ കിടന്ന് ഉറങ്ങാ. എന്തെങ്കിലും ഒരു പണിക്ക് പൊക്കൂടെ? കൂലിപ്പണിക്ക് പോവാനാണ് നമ്മൾ അവനെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ നിന്റെ മോനോട് അങ്ങ് തീരുമാനിച്ചോ. എന്റെ ആരോഗ്യമുള്ളിടത്തോളം എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാ മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടുകയുള്ളൂ. നമ്മുടെ മാതാപിതാക്കന്മാരും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ സഹായം ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ ഉള്ളു തുറന്ന് സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് നിങ്ങൾ കരുതണം കേട്ടോ. ഓക്കെ, ഏട്ടാ എണീക്കാൻ നോക്കിയേ. ദേ സമയം ഒരുപാടായി. അച്ഛനെ കൊണ്ട് ഓരോന്ന് പറയിക്കാതെ എണീക്കാൻ നോക്ക് ഏട്ടാ. ആടി, ഞാൻ ഇട്ടോളാം. നീ ഒന്ന് പോയാ ഞാൻ മുണ്ടോ നോക്കട്ടെ. ഓ, ഈ ചേട്ടന്റെ ഒരു കാര്യം. അമ്മേ, എന്റെ ടിഫിൻ എവിടെ? സമയായി. ഇപ്പൊ തരാം. നീ ഇത് കഴിക്കേ, എന്നിട്ട് പോയാ മതി. അമ്മേ വേഗം, ബസ് ഇപ്പൊ പോവും. അവൻ എഴുന്നേറ്റോ മോളെ? ആ, ഒരു കണക്കിന് ഒന്തിത്തള്ളി വിട്ടിട്ടുണ്ട്. അമ്മേ, ഞാൻ പോവാ. ആ, മോളെ കൊട എടുത്തോ? ആ, എടുത്തമ്മേ. അമ്മേ, അവള് പോക്കോട്ടെ. അമ്മേ, കാപ്പി. അച്ഛാ, പോവാം. ആ മോളെ, ബസ്സിനുള്ള പൈസ എടുത്തോ? ആ, എടുത്തച്ചാ. നിനക്ക് ഇന്റർവ്യൂ ഉള്ളതല്ലേ, വേഗം പോയി കുളിച്ച് റെഡിയാകു. ഓ, ഇന്നത്തെ ഇന്റർവ്യൂവിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെക്കാൾ മാർക്ക് ചെയ്തുള്ള ഒരുപാട് പേര് ഇപ്പൊ തന്നെ അവിടെ ക്യൂ ആയിരിക്കും. പിന്നെ എണീറ്റ് വരുമ്പോ നല്ല അനുഗ്രഹ വാക്കുകൾ ഓരോരുത്തർ വായിന്ന് വീഴുന്നു. നല്ല ഐശ്വര്യമായിരിക്കും. അത് പിന്നെ പറയാതിരിക്കോ? നിന്റെ ഈ നടപ്പ് കണ്ടിട്ട് അച്ഛന് വളരെ സങ്കടമുണ്ട്. ഓ, നിന്നോടൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് നമ്മുടെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തുകയും നമ്മളെ ഇങ്ങനെ പഴി പറയുകയും നമ്മൾ ഒത്തിരി ശകാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. അവർക്ക് നിങ്ങളോടുള്ള പിണക്കൊണ്ടൊന്നുമല്ല അങ്ങനെ പറയുന്നത്. ഒരു പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നല്ലവണ്ണം ബിഹേവ് ചെയ്യുമ്പോൾ, നിങ്ങൾ നല്ലവണ്ണം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം. തീർച്ചയായിട്ടും നിങ്ങളും കഴിയുന്നിടത്തോളം നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ ഭാവിയിലും നിങ്ങളുടെ ജീവിതത്തിലും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെ നല്ലവണ്ണം ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ഡയലോഗ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ, പോട്ടെ, നീ വേഗം പോയി കുളിച്ച് റെഡിയാകു. ഓ, ഞാൻ പോവാത്തോണ്ട് ആർക്കും മനസ്സമാർക്കേട് വേണ്ട. ഈ ചെറുക്കന്റെ ഒരു കാര്യം. അമ്മേ, ഞാൻ പോവാട്ടോ. നീ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോ? ഓ, എടുത്തു. കർത്താവേ,
എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ഇത്തവണയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. എവിടെയാടോ മച്ചാ വണക്കം. വാ ഇരിക്ക്. ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ പോയില്ല. നീ കുറെ നാളായില്ലേ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇതുവരെ തരവായില്ലേ? എവിടെ, വെറുതെ കുറെ നടന്നത് മിച്ചം. മടുത്തു. ഇതെവിടെ? ആരടാ അത്? അതാ ജോർജ. എല്ലാ ദിവസവും വിളിക്കും, എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. പിന്നെ എവിടെയെങ്കിലൊക്കെയുള്ള ജോലിക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ എടുക്കാറില്ല. വൈകിട്ട് എന്താ പരിപാടി? നമുക്കൊരു പടത്തിന് പോയാലോ? അയ്യോ, ഞാൻ ഒരു കാര്യം മറന്നു. പോയിട്ട് പോയാലോ? ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഒന്ന്, അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസം ഇല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് സംസാരിക്കുന്നവരൊക്കെ തനിക്ക് എതിരാണെന്നുള്ളൊരു ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൂന്നാമതായിട്ട്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരോട് വളരെയധികം ശുഷ്കാന്തിയുള്ളവനായിട്ട് കണ്ടില്ല. നാലാമതായിട്ട്, അദ്ദേഹം ഒരിക്കലും ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതൊന്നും തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ ആയേക്കാം, ഒരു പക്ഷേല് അതാകണമെന്നുമില്ല. എന്തായിരുന്നാലും അതിന്റെ കാരണങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെ കണ്ടെത്തണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ജോർജേട്ടനാ? നീ എന്താ മോനെ ഫോൺ എടുക്കാത്തെ? ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഞാനിങ്ങനെ അവസ്ഥയിൽ കിടന്നിട്ട് അവനൊന്നും കാണാൻ തോന്നില്ലല്ലോ. ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം ബ്ലഡ് തന്നതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് ജോർജേട്ടനാ. ഞങ്ങൾ വരുന്നവരെ ജോർജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. മോളെ, ആരാ നോക്കേ? ആ, അമ്മേ, ജോർജേട്ടനാ. വാ മോനെ, ഇരിക്ക്. ശരി. അലക്സ്, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് ക്ഷമിക്ക് ജോർജ്. ഏയ്, ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ പ്രയത്നങ്ങൾക്കെല്ലാം യേശു ഫലം തരുമെന്ന്. നമ്മൾ കഴിഞ്ഞ മാസം ഒരു ഇന്റർവ്യൂവിന് പോയില്ലേ? ആ കമ്പനിയിൽ നമുക്ക് രണ്ടുപേർക്കും ജോലി കിട്ടി. ലിജോ, നീ ഇങ്ങനെ നിരാശനാവരുത്. നമ്മുടെ അലക്സിന് വേണ്ടി അത്ഭുതം ചെയ്ത യേശു ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നീ ധൈര്യമായിരിക്കും. ആ, അലക്സ് വന്നല്ലോ. ഹായ് ലിജോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജോലി കിട്ടിയതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനുണ്ടല്ലോ. ജോലി കിട്ടിയോണ്ട് മാത്രമല്ല, എന്റെ യഥാർത്ഥ സന്തോഷം യേശു എന്നോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. അതന്നെയാണ് ഞാൻ എന്നോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോട്ടെ. ഓ ശരി. എന്റെ ജീവിതം മാറ്റി യേശു നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. നിശ്ചയമായും യേശു എനിക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും. യേശു എന്നെ കൈവിടില്ല, തീർച്ച. യേശു നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അതിനുവേണ്ടി നിങ്ങൾ മനസ്സ് കൊടുക്കുക. നിരാശിതരാകരുത്, ധൈര്യമുള്ളവരായിട്ട് മുന്നേറണം. ധൈര്യമില്ലാത്തവരുടെ ദൈവം നിൽക്കുകയില്ല. ധൈര്യസമേതം യേശുവിനോട് കൂടി ചേർന്ന് നടക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ടും അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഇഷ്ടപ്പെടായിരുന്നേ? ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം. കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവ് ഈ സന്ധ്യാവേളയിൽ ഈ സൺഡേ സ്കൂളിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് കർത്താവെ അവിടുത്തെ വചനം പറയുന്നല്ലോ. കർത്താവെ അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞല്ലോ, ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവീൻ, അവരെ തടയരുത്. ശിശുക്കളെ സ്നേഹിക്കാതെ മാറോട് അണച്ച എന്റെ യേശുവെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാം പഠനത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവ് അവരെല്ലാം കർത്താവെ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ഉന്നതമായ മാർക്ക് വാങ്ങി കർത്താവെ സമൂഹത്തിൽ ഉന്നത അവസ്ഥയിൽ യേശുവിന് വേണ്ടി ജീവിപ്പാൻ കർത്താവരെ സഹായിക്കണം. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായ ആരോഗ്യ ബലമെല്ലാം കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ലാസ്സിലെടുക്കുവാൻ അവിടുത്തെ സഹോദരിയും കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്റെ മകളെ കൂടുതൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ പ്രോഗ്രാം ഇങ്ങനെ കർത്താവ് ഓർഗനൈസ് ചെയ്യുവാൻ കർത്താവ് പ്രിയ ജോസഫ് പാസ്റ്ററുടെ ഉള്ളിൽ അവർക്ക് കൊടുത്ത താല്പര്യത്തിനായി സ്തോത്രം. കർത്താവെ തന്നെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ കാര്യങ്ങളോട് കൂടിയിരിക്കണം. കർത്താവെ അടുത്ത സൺഡേക്ക് വേണ്ടി കാത്തിരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവ് ഈ അടുത്ത സൺഡേയിലെ ഞങ്ങൾ കൂടുമ്പോൾ ഇന്ന് കണ്ടതിനേക്കാൾ അധികം കുഞ്ഞുങ്ങൾ കർത്താവ് ഈ ക്ലാസ്സിൽ പങ്കെടുപ്പാൻ കർത്താവ് കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാം യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും കാവലും നമ്മളോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് ഈ സന്ധ്യാവേളയിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത പ്രിയ ടീച്ചറിനോടും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രിയ ജോസഫ് പാസ്റ്ററോടും എല്ലാം കർത്താവിന്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവിൻ എന്റെ നാമത്തിലെ സ്നേഹവന്ദനം. നമ്മുടെ സൺഡേ സ്കൂളിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നിങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികളും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്തതെന്ന് ഓരോരുത്തരുടെയും പേര് വെച്ച് നിങ്ങൾ എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം. രണ്ടാമതായിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ വെൽക്കം അയച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട്. കിട്ടിയവരെല്ലാവരും ലഭിച്ചു, സമ്മാനം കിട്ടി എന്ന് മാത്രം കിട്ടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ കയറണം കേട്ടോ. അപ്പം മറ്റേ പാട്ട് ഞാൻ ഇന്ന് തന്നെ ഇട്ടേക്കാം. പാട്ട് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ സംഖ്യ എന്നുള്ള പാട്ട്. ഓക്കെ, താങ്ക് യു. സാറേ, അലക്സാറും നമ്മുടെ പ്രിയ തോമസ് ബന്ധപ്പെട ഞാൻ നമ്പർ അയച്ചു തരാമേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അടുത്ത ഞായറാഴ്ച കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് നടത്താൻ പറ്റും കേട്ടോ. ഓക്കെ, ജോയ്, നെക്സ്റ്റ് സൺഡേ നിങ്ങൾ ഇത് അയക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് പുതുതായിട്ട് പങ്കെടുത്ത കുട്ടികൾക്കുള്ള അയച്ചു തരാം. താങ്ക് യു. ഇന്ന് പ്രാർത്ഥിച്ച മോളെന്ത് ചെയ്യണം? ആ മോടെ നമ്പർ അയച്ചു തരണേ. എന്റെയാണോ? ഇന്ന് പ്രാർത്ഥിച്ചതാരായിരുന്നു? ഞാൻ ശ്രദ്ധ. ശ്രദ്ധ മോളൊന്ന് ഒന്ന് കാണട്ടെ. ഓക്കെ, മോന്റെ ഒന്ന് പിന്നെ വീഡിയോ ഓൺ ആക്കി കുട്ടപ്പ, എന്നിട്ടൊരു ഹായ് പറഞ്ഞേ. അതെ, മോടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡ് എല്ലാം എനിക്ക് അയച്ചു തരണേ. ഓക്കെ, താങ്ക് യു. എന്നാ ഉണ്ട് രാനിക്കുട്ട, സന്തോഷമായിരിക്കുന്നോ? ജനിയ മോളെ, എന്താ മോനെ?
മനപ്പാണ് ഇനി അടുത്ത ആഴ്ച വായിക്കണേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് സൺഡേ. അങ്കിളെ വരുന്ന ആഴ്ചയുടെ വാക്യം ഏതാന്ന് അവൻ ചോദിക്കുന്നേ. ഓ ഐ സി. ടീച്ചറിൽ നിന്നും പഠിപ്പിക്കാൻ ഒരു സന്തോഷമല്ലേ? ടീച്ചറൊന്നും പഠിപ്പിച്ചില്ല മോനെ. വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നോ മോനെ? കഥ ഇഷ്ടപ്പെട്ടായിരുന്നോ? മോന്റെ ഒരു വീഡിയോ അയച്ചു തരണേ, ഒരു പാട്ട് പാടുന്ന വീഡിയോ കേട്ടോ. എന്നിട്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരണേ. അത് നമ്മുടെ വീഡിയോ ഗ്രൂപ്പ് ഇട്ടിട്ട ശേഷം അത് നമ്മുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കാനാണ്. ഒത്തിരി മലയാളം മനസ്സിലാകത്തില്ല. ഓ, മലയാളം ഒന്നും പറയണ്ട, ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് വായിച്ചാൽ മതി. ഇംഗ്ലീഷ് അറിയാമോ? ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? ഓക്കെ. അല്ലെ ഹിന്ദി പാട്ട്, അല്ലെ തെലുങ്ക് പാട്ട് പാടിയാലും മതി കേട്ടോ. കന്നഡ പാട്ട് കേട്ടോ. കന്നഡ പാട്ട് പാടിയിട്ട് ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തരണേ. എന്റെ ഇമെയിൽ ഐ ഡി ഞാൻ മോന് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്നിട്ട് ഞാനത് എഡിറ്റ് ഒക്കെ ചെയ്ത് ഞാനത് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം കേട്ടോ. എപ്പോഴും എടുക്കുമ്പോ വീഡിയോ എടുക്കുമ്പോൾ ഈ മൊബൈൽ എടുക്കുമ്പോൾ മോന്റെ വീഡിയോ ഒരിക്കലും ഈ ലെവലിൽ എടുക്കാവുള്ളേ. അതായത് ഹൊറിസോണ്ടൽ അല്ല, പോർട്രേറ്റില് ലാൻഡ്സ്കേപ്പിൽ എടുക്കണേ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം അങ്കിളെ. ഓക്കെ ഓക്കെ. നമ്മുടെ ഹിന്ദി പ്രോഗ്രാം തുടങ്ങാൻ പോവാം. ഓ ആയിക്കോട്ടെ. तुम्हें बहा दे। आपने सच में परमेश्वर की आवाज सुनी? हाँ, मुझे नीनवे जाने को कहा है। परमेश्वर के सबसे बुरे शत्रुओं से भरा शहर, जिन्होंने उनके लोगों की हत्या की है। मुझे उन्हें चेतावनी देनी है कि परमेश्वर उनका न्याय करने वाले हैं। पर चेतावनी क्यों दें? ताकि वो पछतावा करें, कहें कि वो शर्मिंदा हैं और परमेश्वर की दया को पाएं? मैं कहता हूँ नहीं। अगर नीनवे को नष्ट होना है तो उसे नष्ट होने दो ना। तो आप परमेश्वर से दूर भाग आए। वास्तव में देखा जाए तो सब कुछ जानने वाले परमेश्वर से छुपना असंभव है। ये अब मेरी समझ में आ रहा है। वो डेक के नीचे। मैं तो कांप रहा हूँ। ऐसे संकट के समय तुम्हें नींद कैसे आ रही है? उठो, अपने परमेश्वर से प्रार्थना करो। शायद वो हमारी प्रार्थना सुने और हमें जीवन दान दे दे। चलो अपने परमेश्वर से पता करें कि किस कारण हम पर यह संकट आया है। ये क्या कर रहे हैं? वो जानना चाहते हैं कि क्या ये तूफान योना की वजह से आया है। यही दोषी है। ये भयानक तूफान क्यों हम पर आया है? तुम कौन हो? तुम क्या काम करते हो? बताओ। मैं इब्री हूँ और स्वर्ग में रहने वाले परमेश्वर की उपासना करता हूँ, जिसने सागर और धरती को बनाया। देखा तुमने, इसी की गलती है। इसने हमें पहले भी बताया था कि वो अपने परमेश्वर से भाग रहा है। तुमने ऐसा क्यों किया? तूफान को रोकने के लिए तुम्हारे साथ क्या करें? मुझे सागर में फेंक दो और तूफान शांत हो जाएगा। मैं जानता हूँ ये तूफान मेरी गलती की वजह से आया। जरूर कोई और रास्ता भी होगा। पकड़ दो इसे। हाँ, ले चलो इसको। फेंक दो इसे पानी में। नहीं, रुको। ले जाओ इसे।
दो इसे। शायद हमें बेहतर दोस्त ढूंढने चाहिए। तुम लोग इस इब्री के दोस्त हो? इन तीनों को भी ले लो। हे प्रभु, इस मनुष्य के पाप के कारण हमारी जान मत लो और हमें इसकी मौत के लिए जिम्मेदार नहीं ठहराओ। इस मनुष्य पर तूफान लाने के पीछे आपके पास कोई कारण जरूर होगा। इन सबको बाहर फेंको। देखो, सूरज निकल आया है। हम सब सी लेग्स बाहरी प्रोपेलर्स के साथ। मुझे माफ करना मेरे दोस्तों। परेशान मत होइए। देखिए, अब तो तूफान भी थम गया है। अंत भला तो सब भला, मैं हमेशा ही कहता हूँ। क्रिस, मैं देख रहा हूँ कि एक बहुत बड़ा प्राणी हमसे केवल 18 फीट नीचे है। अब हम क्या करें? हमारा टेस्ट इसे बुरा लगे। और मैं सोचता था कि मछलियाँ सिर्फ बाहर से चिकनी होती है। मुझे तो विश्वास नहीं होता। हर मोड़ पर संकट मेरा पीछा कर रहा है। ऐसे हालात में मैं जिंदा नहीं बच पाऊंगा। यूना, अगर परमेश्वर आपको मारना चाहते तो आप मर चुके होते। मैं तो ये सोचती हूँ कि वो आपको बचाना चाहते हैं। अगली बार उन्हें आपको कुछ जीवन रक्षक चीज देनी चाहिए। आप परमेश्वर की इच्छा के उल्टी दिशा में जा रहे थे और ऐसा लगता है कि आपको फिर से अपने पास लाने के लिए वो ऐसी चीजें कर रहे हैं। वो मेरे पीछे हैं अभी भी। मैंने संकट में पड़ने वाले यहोवा की दुहाई दी और उसने मेरी सुन ली है। अधोलोक से मैंने आपको पुकारा, हे प्रभु, आपने मेरी सुन ली। लगता है हम नई दिशा में जा रहे हैं। हाँ, बिल्कुल। आपने मुझे सागर की गहराइयों में फेंक दिया और मैं सागर की तह तक डूब गया। विशाल धाराओं ने मुझे निगल लिया। आपकी भयानक और तूफानी लहरों के नीचे मैं दफन हो गया था। तो भी हे मेरे परमेश्वर यहोवा, आपने मेरे प्राणों को मृत्यु के जबड़े से निकाला है। जैसे मेरी जान निकले जा रही थी, मैंने प्रभु को याद किया और मेरी प्रार्थना आपके पास, आपके पवित्र मंदिर में पहुंच गई।
जो लोग झूठे देवताओं की पूजा करते हैं वे अपनी पीठ दयालु परमेश्वर से मोड़ लेते हैं, लेकिन मैं धन्यवाद करते हुए अपनी बलिदान आपको चढ़ाऊंगा और अपने वादों को पूरा करूंगा। प्रभु, मेरा उद्धार केवल आपसे ही आता है। अद्भुत, हमें उगला गया है जमीन पर। तुम्हारा मतलब हमें थूका गया है? हाँ, उठ, नीनवे के महान शहर चला जा और जो संदेश मैं तुझे दूंगा उसे उन्हें सुना। अब नीनवे जाना है। मैं उन्हें सावधान करूंगा, पर वे इसके लायक नहीं हैं। इन लोगों से आप बात कैसे कर पाओगे योना? मेरी दुकान से चोरी करता है, रुक। नीनवे के लोगों, मेरे परमेश्वर ने मुझे आपके शहर के खिलाफ अपने न्याय की घोषणा करने के लिए भेजा है, क्योंकि उन्होंने आपकी दुष्टता को देखा है। आज से 40 दिन बाद नीनवे नष्ट कर दिया जाएगा। अरे बाप रे, इस तरह का संदेश देने के बाद सच में कोई योना से दोस्ती नहीं करेगा। मुझे नहीं लगता कि परमेश्वर ने योना को यहाँ दोस्ती करने भेजा है। योना कहते हैं ये लोग उनके दुश्मन हैं, पर ये लोग भी इंसान ही हैं। ओ नीनवे, मेरी सुनो, तुम्हारे दिन पूरे होने वाले हैं। नीनवे का विनाश स्वर्ग के ऐसे सामर्थ्य से होगा जैसा इनके नागरिकों ने कभी नहीं देखा होगा। अश्शूर के सारे दुश्मनों को मिलाकर भी ऐसा युद्ध कभी ना देखा होगा। क्यों ना? अगर परमेश्वर ने आपको इतनी दया दिखाई है, हाँ, आपको उस तूफान से बचाना और बाद में उस बड़ी मछली के पेट से बाहर निकालना, तो वो नीनवे के निवासियों पर वही दया क्यों नहीं दिखाएंगे? मतलब यदि वो बदलना चाहे तो? ऐसी बात भी मत करना। ये लोग परमेश्वर की क्षमा के लायक नहीं हैं। अगर हम पूरे हृदय से क्षमा की विनती करें तब भी? नबी, हमने आपकी बातें सुनी हैं। हम उपवास कर रहे हैं और हमने शोक वस्त्र भी पहने हैं। हम लोग शोक मना रहे हैं, सबको ये दिखाने के लिए कि हम शर्मिंदा हैं। ये अद्भुत है। आपकी बातों को नीनवे के सभी लोगों ने सुना है, बड़े बूढ़ों से लेकर सबसे छोटे तक। ये नहीं हो सकता। यहाँ तक कि यहाँ के राजा ने भी आपकी बातों को सुना।
के दिन मैं नीनवे नगर में घोषणा करता हूँ, कोई भी, यहाँ तक कि तुम्हारे जानवर जो तुम्हारे झुंड में हैं, ना ही खाएं या कुछ पिए। लोग और पशु सब लोग शोक वस्त्र पहनेंगे और हर एक परमेश्वर से दिल से दुआ करेगा। सब अपने बुरे मार्गों से फिरें और सब हिंसा बंद कर दें। इसको पता, शायद परमेश्वर अपनी इच्छा बदल दे और उनका भड़का हुआ कोप शांत कर दे और हम नाश होने से बच जाएं। योना जरूर किसी चीज को लेकर नाराज हैं। अब तो 40 दिन हो गए और हर एक ने पश्चाताप किया है। क्या देश छोड़ने से पहले मैंने नहीं कहा था कि आप ऐसा ही करोगे प्रभु? इसीलिए मैं तर्शीश भाग गया था। मैं जानता था कि आप अनुग्रहकारी और दयालु परमेश्वर हैं, विलंब से कोप करने वाले करुणा निधान हैं। आप लोगों का नाश कभी नहीं करना चाहते। मेरा जीवित रहने से मरना भला है। तेरा जो क्रोध भड़का है, क्या वो उचित है? मैंने वही किया जो परमेश्वर ने मुझसे करने को कहा, और उन्होंने इस पेड़ को मुझे दिया मेरे सिर को छाया देने के लिए और आराम देने के लिए। पर वो वही दया नीनवे के पापियों पर भी दिखाते हैं। इसमें भला क्या न्याय है? मैंने हमेशा सोचा कि अगर किसी ने कुछ गलती की तो उन्हें सजा होनी चाहिए, पर जब मैं कुछ गलत करती हूँ तो मैं खुश हूँ कि परमेश्वर मुझे क्षमा करते हैं। पर तुम और मैं इन लोगों से बेहतर जीवन जीते हैं। छाया भी चली गई। मैं कहीं और ढूंढ लेती हूँ। क्या इस छोटे से पेड़ को बचाना बड़ी बात है प्रभु? एक ही चीज जिससे मुझे सुकून मिलता था। इस पेड़ के लिए क्या तेरा क्रोधित होना उचित है? जिस पेड़ के लिए तूने कुछ परिश्रम नहीं किया, उस पर तूने तरस खाई है, ना उसको बढ़ाया। जो एक ही रात में हुआ और एक ही रात में नाश भी हुआ। फिर ये बड़ा नगर नीनवे, जिसमें 1,20,000 से अधिक मनुष्य हैं, जो अपने दाहिने और बाएं हाथों का भेद नहीं पहचानते, तो क्या मैं उस पर तरस ना खाऊं? अगर मैं परमेश्वर की दया ग्रहण करती हूँ तो मुझे सबको जय मसीह की। परमेश्वर का धन्यवाद हो कि परमेश्वर ने एक और बार दोबारा से जुड़ने के लिए परमेश्वर ने सहायता मदद किया। जब आज जुड़ते हैं तो परमेश्वर जो आज हमें बताना चाह रहे हैं, जो हमें सिखाना चाह रहे हैं, अब वो परमेश्वर हमको अच्छे से समझने के लिए परमेश्वर हमारी सहायता मदद करें। जैसे कि आज हमने एक कहानी के रूप में जब देखा तो हमने योना के बारे में आज हमने उसमें से देखा। तो मैं आज उसकी कुछ विशेषताओं को, कुछ कैरेक्टर्स को कुछ आपके साथ बांटना चाहता हूँ। जो मैं क्या हूँ, अगर मैं कहूँ तो मैं पर्सनली, अगर मैं व्यक्तिगत रूप से देखूँ तो मैं बहुत ज्यादा आशीषित हूँ। पिछले, अगर मैं कहूँ ना, सिर्फ जोना के बारे में, सिर्फ जोना के बारे में मैं पिछले 2 महीने से, उससे भी ज्यादा 2 महीने से मैं सिर्फ और सिर्फ जोना पढ़ रहा हूँ। जोना की जो पुस्तक है वो पढ़ रहा हूँ। आप सोच रहे होंगे कि इतना सारा समय क्यों? क्योंकि मैं जब कुछ चीजों को जब हम इसमें पढ़ने बैठा तो बहुत सी चीजें हैं जो हमें इसके द्वारा हम सीख सकते हैं। हम अगर देखें ना तो ये कहानी हम देखेंगे कि एक सिंपल सी एक कहानी है जिसमें वो बता रहा परमेश्वर ने एक आज्ञा को उसको दिया, उसको नहीं मानते हुए वो किसी और जगह की ओर गया। तो हम सोचते हैं कि एक सिंपल सी एक बात है जो हम यहाँ पर होते हुए देखते हैं। लेकिन अगर हम यहाँ पे इस पुस्तक को बारीकी से अगर हम देखें, अगर उस कहानी को अगर हम बारीकी से हम सीखें तो हमें इसके द्वारा हम बहुत सारे बातें हैं जो हम सीख सकते हैं, जो हम इसके द्वारा हम बता सकते हैं, है ना। तो आज मैं उसी
चंद बातों को, कुछ बातों को आपके साथ बांटना चाहता हूँ, के द्वारा आप समझ पाए कि ये जो पुस्तक है हमें क्या कहना चाहता है ना। तो अगर आप योना को देखें, योना का जो अगर हम कैरेक्टर को देखें तो हम एक अलग कैरेक्टर को हम देख सकते हैं योना में। अगर हम देखें योना एक भविष्यवक्ता है, एक ऐसा व्यक्ति है जो भविष्यवाणी करता है, जो होने वाली चीजें हैं उसको बताता है, और जो अभी नहीं हुई, आगे होने जा रही हैं, उन चीजों को बताता है। तो ऐसे ऐसी बातों को जब योना जब इस पुस्तक में हम देखते हैं कि वो लिखता है, लेकिन अगर आप भविष्यवक्ता वो होते हैं, लेकिन जब हम इस पुस्तक में आते हैं ना, जब हम इस पुस्तक में आएंगे तो हम देखेंगे कि इस पुस्तक में योना अपने बारे में नहीं लिख रहा है कि किस तरीके से परमेश्वर ने उसको बताया, लेकिन यहाँ पर वो अपने कहानी को लिख रहा है कि किस प्रकार से मैं परमेश्वर का वचन मेरे पास आया और मैंने किस तरीके से उसका प्रत्युत्तर दिया। तो इसके इस कहानी से जो हम इस कहानी को जो हमने देखा और जो देखते हुए उसमें से हम कुछ कार्य को हम देखते हैं कि इसमें क्या क्या चीजें होती है। तो मैं एक अच्छे से एक आपको देना चाहता हूँ कि ये कहना क्या चाहती है कहानी। तो अगर हम देखेंगे तो ये कहानी शुरू होती है एक परमेश्वर के आदेश के साथ। अगर हम देखें तो यहाँ पर परमेश्वर आदेश दे रहा, परमेश्वर एक कार्य दे रहा है योना को कि उसको ये करना है। वो कहते हैं कि परमेश्वर योना से कहते हैं कि तू जा और उस देश की ओर जा जो निनवे कहलाता है, और वहां के लोगों का जो पाप है वो बढ़ चुका है, तो उनको परमेश्वर के वचन को सुना। एक कौड़ी तो वो इस वचन के साथ वहां पर जाता है, ठीक है। तो अगर हम उसके बाद देखें, अगर हम देखें कि परमेश्वर से आदेश को उसने पाया, परमेश्वर के आदेश को योना ने प्राप्त करने के बाद, तो उसमें वो क्या करता है कि वो योना भाग जाता है ना। जब हमने स्टोरी शुरू करी तो वो देख रहे थे ना, एक नाव के अंदर बैठकर वो जा रहा है। तो दूसरी बात जो इस कहानी में हम देखते हैं वो होती है कि वो योना का भागना, जो योना भाग रहा है हम उसको देखते हैं। फिर तीसरी चीज देखते हैं कि जब वो योना भागने लगा तो तीसरी बात क्या होती है, वहां पर तूफान आ जाता है। समुद्र जब योना जब नाव में बैठ के जा रहा है तो जो समुद्र में तूफान आने लगा, है ना। फिर क्या होता है कि समुद्र में जब तूफान आ गया तो वो लोग आपस में चिट्ठी डालते हैं। फिर बहुत सी कार्य को उसके बाद उनको पता लगता है कि योना ने ऐसा किया है। फिर योना को वो जल में फेंक देते हैं, पानी में, समुद्र में फेंक देते हैं। फिर समुद्र में फिर वो आ, बचाया जाता है उसको, एक बड़ी सी जो मछली है उसको निकल लेती है। यहाँ पर इसके बाद फिर क्या होता है, वो जाता है फिर से जिस जगह पर परमेश्वर ने उसको बोला था कि वो उसे जाना है, तो उसी जगह की ओर दोबारा से वो जाता है। तो जो कि हम देखते हैं इसके आखिरियों में हम जो देखते हैं कि वो जाके प्रचार करता है लोगों से, कि निनवे के लोगों के लिए प्रचार करता है कि तुम 40 दिन और तुम्हारा इस देश का नाश हो जाएगा। अगर हम देखें तो ये बाइबल की सबसे छोटी एक सेवकाई है, जो छोटा एक सुसमाचार है जो उसने सुनाया। उसने सिर्फ इतना ही उसकी जो उसने प्रचार किया वहां पर, सिर्फ इतना ही बोला है कि 40 और दिन और निनवे नाश हो जाएगा। तो ये हम देखते हैं कहानी का, ये जो मेन जो हम बात करते हैं कि इस कहानी में ये है। लेकिन अब उसमें से हम क्या सीखें, मैंने जैसे बोला कि हम इसके द्वारा हम कुछ से चीजों को, कुछ बातों को हम सीखने जा रहे हैं जो हमारे जीवनों में हमारे लिए मदद करेगी, है ना। तो आज जो हम इस कहानी से, योना के जीवन में से, उसकी इस पुस्तक में से जो हम सीखते हैं, कुछ सीख को हम सीखते हैं, तो आ, फिर उस बारे में हम आज देखने जा रहे हैं। तो पहली सीख जो कि हम सीखते हैं कि परमेश्वर की आज्ञा का पालन करना, ठीक है। अब अगर मैं इस कहानी के शुरुआत में जब मैंने बोला कि वो परमेश्वर का एक आदेश परमेश्वर ने दिया, तो अब आदेश अगर परमेश्वर ने दिया है तो हमें उसको पालन भी करना है, राइट। तो परमेश्वर, इस पुस्तक से हम ये सीखते हैं कि हमारे जीवन में हम ये सीखते हैं कि हमें जो है जो परमेश्वर जो हमसे कहता है कि करना है, हमें उसे करना है, और हमें उसकी हम जो कह रहे थे कि जो हमें करना चाहिए वो हम करते हैं। तो हम परमेश्वर की जो आज्ञा का हमें पालन करना है, ठीक है। फिर दूसरी बात जो हम इसमें सीखते हैं वो है कि
इस तरीके से पश्चाताप करना, उसकी प्रार्थना करना। ठीक है, अगर आप देखो तो इस कहानी में हम जब देखते हैं कि जब लोगों को पता लगा कि जो ये सारी बातें हो रही है यहाँ पर, जो भी चीजें हुई है वो योना की वजह से हुई है, तब योना क्या कहता है उनसे कि योना इस प्रकार से कहता है ना कि तुम मुझे फेंक दो, समुद्र में फेंक दो, तब ये सब चीजें जो है वो सही हो जाएंगी। तो इस तरह की बातों को हम देखते हैं इधर होते हुए। फिर हम अगर हम इसके बाद अगर आगे को पढ़ेंगे तो हम देखते हैं कि यहाँ पर जो योना जो है वो यहाँ पर तीसरी चीज जो यहाँ पर करता है वो दया और क्षमा की बातें वो यहाँ पर कहता है। वो कहता है कि जिस प्रकार से हम देखते हैं कि उस 40 दिन तक नॉन स्टॉप बिना रुके वो कहता है कि वो बातें उनसे बताता है कि किस तरीके से तुम्हें पश्चाताप करना, तुम किस तरीके से गलत रास्ते से होते हुए जा रहे हो। तो उस सब को देखते हुए वहां पर वो किस तरीके से वहां पर उनसे कहता है कि तुम परमेश्वर से दया की प्रार्थना करो, परमेश्वर तुम्हें क्षमा करेगा। तो इस प्रकार से हम इससे जो सीख हम लेते हैं वो यही है कि जब निन्यानवे लोग के लोगों ने पश्चाताप किया, इसको सुनने के बाद जब योना के बारे में उन्होंने सुना, तो योना के बारे में सुनने के बाद जब उन्होंने पश्चाताप किया, परमेश्वर से क्षमा को मांगा, जो कार्य को वो करते हुए आ रहे हैं उसके लिए उससे क्षमा को मांगा, तो हम देखते हैं कि परमेश्वर उनको क्षमा करते, राइट। तो परमेश्वर जो है उनको क्षमा करते, उनको क्षमा करने के बाद हम देखते हैं कि किस तरीके से परमेश्वर उनके जगहों पर किस तरीके से कार्य को करता है। अगर आप देखो जिस प्रकार से निन्यानवे के लोगों ने वहां पर किया, निन्यानवे के लोग जिस टाइम उन्होंने योना के उस वचन को सुना, योना के उस बातों को सुना कि जो वो योना बोल रहा है, हो सकता है कि उन्होंने कई दिन, लेकिन ऐसा होगा कि उन्होंने नहीं सुना होगा, अनसुना किया होगा। लेकिन जब बार बार एक ही मैसेज हमारे पास आ रहा है, बार बार एक ही शब्द उनके पास आ रहा है, तो उनके हृदय में ऐसा हुआ कि हाँ हमने कुछ गलत किया, राइट। उन्होंने गलत किया है, वो जितना करते हुए आ रहे हैं वो बहुत गलत है। अगर आप जो हमने वीडियो देखा, अगर हम उस वीडियो में देखेंगे तो हम इस प्रकार से हम देखते हैं कि वो किस प्रकार से लोगों पर कर रहे हैं, लोगों पर किस प्रकार से वो दोष लगाते हैं, किस तरह से लोगों को मारते हैं, किस तरीके से और नाना प्रकार की चीजों को वो वहां पर कर रहे हैं। तो अगर हम देखें तो हम उससे ये सीखते हैं कि अगर लोग वहां से उन्होंने पश्चाताप करना चाहा, उन्होंने क्षमा को मांगा, जो उन्होंने गलतियां की हैं, जो बातें उन्होंने किया, उसके क्षमा को वो मांग रहे हैं, तो परमेश्वर वहां पर उनको पश्चाताप कर रहा है, परमेश्वर उनको क्षमा दे रहा है। परमेश्वर हमेशा उनको क्षमा के लिए परमेश्वर खड़ा हुआ, राइट। तो अब ये 3 चीजें हमने देखी। अगर हम उसके बाद अगर हम देखें तो हम ये देख सकते हैं कि जो एक चीज और हम इसमें से बहुत ज्यादा हम अच्छे से सीखते हैं, जो कि है दूसरों की मदद करना। हम योना के जीवन से हम ये सीखते हैं कि दूसरों की मदद करना। अगर हम इस कहानी को देखें तो हम ये देख सकते हैं कि किस प्रकार से वहां पर योना जो है वो शुरुआत में मदद करना नहीं चाहता। योना शुरुआत में वो कह रहा था कि मैं नहीं जाऊंगा, मैं उस देश में नहीं जाऊंगा, क्योंकि ये मेरे लोगों के खिलाफ है, ये हमारे एक दुश्मन जगह है। तो इस तरीके से उसका एक माइंडसेट था, उसकी तरह से इसका एक मन उसी प्रकार में था। और उस स्थान पर अगर आप देखो तो परमेश्वर उसको बार बार एक ही चीज को लेकर जा रहा है कि तू जा और मेरे उस समाचार को बता, उसको सुना कि उन्होंने जो किया है वो गलत किया है, तो तुम क्षमा मांगते हुए वापस आओ, तो परमेश्वर उनको क्षमा करेगा। ठीक है, तो इस संदेश को लेकर योना गया। लेकिन अगर आप योना को देखोगे ना, तो योना नहीं चाहता था कि वो परमेश्वर उन लोगों को बचाए, उन लोगों को छोड़े, और नहीं चाहता था। वो चाहता था कि परमेश्वर इसको इस देश को नाश कर दे, क्योंकि ये देश जो है हमारे बिल्कुल खिलाफ में है, हमारा दुश्मन एक देश है,
तो वो नहीं चाहता था कि वो ऐसा कुछ भी हो। लेकिन यहाँ पर फिर भी परमेश्वर का एक बहुत बड़ा एक संदेश जो हमें यहाँ पर सिखाता है वो यही है कि हमें दूसरों की मदद करना। ठीक है। तो अगर हम देखें कि अगर कोई भी व्यक्ति चाहता है कि हमसे कुछ चाहिए, उसको कुछ, उसको हमारी मदद चाहिए, तो हमें उसको मदद करनी चाहिए। हमें उसको हर समय पर इस तरह से परमेश्वर का वचन के द्वारा हमें उसको और प्रोत्साहन के साथ हमें रहना चाहिए, ताकि परमेश्वर हमारे द्वारा उनके जीवनों में कार्य करने पाए। जिस प्रकार से योना के द्वारा परमेश्वर ने निनवे के लोगों के ऊपर कार्य को किया, उनको बचाया योना के द्वारा। तो उसी तरीके से हम देखते हैं कि हमें भी एक दूसरे को मदद करनी चाहिए, हमें भी एक दूसरे को समझाना चाहिए, और हमें अच्छे से एक दूसरे की मदद में हमेशा लगे रहनी चाहिए। अगर हम देखें योना के जीवन में, अगर मैं योना के जीवन से आपको बोलूं, तो मैं बहुत जिस तरह मैंने कहा कि मैं बहुत समय समय योना के पुस्तक को पढ़ रहा हूँ, योना के जीवनों में देख रहा हूँ। तो जब मैं उसकी प्रार्थना को सुन रहा था, अगर आप देखो उसकी प्रार्थना जो उसने बोली है, जो उसने लिखी गई है, तो मैं जब उस प्रार्थनाओं को मैं ध्यान आराम से मैं एक एक शब्द को मैं उसमें पढ़ रहा था, तो हम उसके प्रार्थना में बहुत सी बातों को हम देख सकते हैं। अगर आप पास बाइबल हो तो आप निकाल लें योना की पुस्तक। ओके, सो अगर हम उसके योना के दूसरे अध्याय में अगर हम आते हैं ना, तो यहाँ पर हम योना की प्रार्थना को देखते हैं। योना जिस तरीके से प्रार्थना करता है हम उसको देखते हैं। अगर आप उस प्रार्थनाओं को ध्यान से देखोगे और उसमें पढ़ोगे ना, तो वो एक ऐसे एक स्टेज पर है अपने जीवन के, वो नहीं जानता कि वो आगे जीवित रहेगा कि नहीं रहेगा। अगर आप उसमें देखो तो उसमें एक शब्द है कि मैं पहाड़ के तल तक चला गया। अब अगर कोई व्यक्ति अगर समुद्र में फेंक दिया गया है, अगर उसको समुद्र में डाल दिया गया, अगर वो पहाड़ के तल पर वो कह रहा है कि मैं पहाड़ को के नीचे का जो स्थल होता है मैं उसको देख सकता हूँ, मैं उसको वहां पर जो वो होता है ना, प्लांट्स होते हैं, जो वहां पर पौधे होते हैं, वो मेरे को लपेटे हुए हैं। ऐसी एक कंडीशन पे है। मतलब अगर आप समुद्र को देखो तो समुद्र कितना गहरा है, समुद्र की इतनी गहराई के लास्ट में वो है। उस समय पर वो परमेश्वर को प्रार्थना करते। जब अगर आप एक्सपीरियंस को करते हो ना परमेश्वर को, किसी तरीके से अगर हमारे जीवन में हम परमेश्वर को एक्सपीरियंस करते हैं, तो हमें उसे और लोगों को और ज्यादा बांटना चाहिए कि हमने इस तरीके से परमेश्वर ने मुझे एक्सपीरियंस दिया है, इस प्रकार से परमेश्वर ने मेरे को एक अनुभव मेरा परमेश्वर के साथ हुआ, तो मैं आपके साथ भी बांटना चाहता हूँ। जो यहाँ पर मुख्य जो मेन अगर हम देखें, मेन यही है कि जो वचन आपको परमेश्वर की ओर से मिला है, उसको आपको परमेश्वर के लोगों में, और जिस लोगों को आपको बांटना है, आपको उनको देना है, उनको बांटना है, उनको समझाना है, उनको बताना है कि परमेश्वर ने किस तरीके से हमें हमारे जीवन में कार्य किया है। तो इसको देखते हुए हम इसमें से हम इसी कहानी से हम यही सीखते हैं। तो जब हम इस कहानी में आते हैं हम यही कुछ बातें हैं जो हमें सीखना है, जो हमें देखना है कि हमें करना है। ठीक है। तो जो हमने 4 बातें आज हमने देखी, जो कि है कि किस प्रकार से हमें जो परमेश्वर हमसे कहता है करने के लिए, जो आदेश हमें देना है, जो परमेश्वर ने जो एक कारण जो हमें दिया गया है कि हमें ये करना है, उसको करते हुए हमें आगे चलना है। और साथ ही साथ जो नियम जो कानून जो परमेश्वर हमें देता है, जो कार्य करने के लिए परमेश्वर हमें देता है, उसको करने के लिए परमेश्वर हमें मदद करने के लिए हमें उसके साथ हमेशा समय बिताना है।
जो हमेशा हम बोलता हूँ ना कि परमेश्वर के साथ समय बिताओ, परमेश्वर के साथ बिताओ, ताकि परमेश्वर हमसे बात करने पाए। जब हम इस पुस्तक में देखते हैं तो यहाँ पर ये एक प्रॉफिट है, एक भविष्यवक्ता है, लेकिन भविष्यवक्ता के साथ साथ ये परमेश्वर के साथ चलता भी है। तो इसलिए तो परमेश्वर के वचन को उसने सुना और उसने मानना नहीं चाहा, वो अलग एक डायरेक्शन में वो चला गया, एक दूसरी दिशा में हो गया, लेकिन तब भी हम देखते हैं कि वो परमेश्वर के पास आना चाहता है। तो इसी को लेते हुए हम ये कह सकते हैं कि हमें जिस प्रकार से हम इसके जीवनों में से हमने सीखा कि किस प्रकार से हमें परमेश्वर की आज्ञा को पालन करना है। हमें देखना है कि जब हम परमेश्वर से प्रार्थना करते हैं ना, तो परमेश्वर हमें माफ करता है, परमेश्वर हमें क्षमा करता है। तो हमें वो चीजों को भी देखना है। फिर हमें देखना है कि किस प्रकार से हमें दूसरों की मदद में करना है। हमें दूसरों की मदद में हमेशा लगे रहना है। हमें जब हम देखते हैं कि कोई हमारे साथ है, हमें दूसरों के मदद में हमें रहना है। राइट। तो यही इसी के साथ मैं यहाँ पर अपने शब्दों को विराम देता हूँ, समझाता हूँ। और बस यही हमें समझना है, जरूरी है कि हमें परमेश्वर के साथ उसका जो आदेश हमें दिया है उसको मानना है, उसका पालन करना है, और उसके पश्चाताप के लिए उससे प्रार्थना करनी है, उससे दया से क्षमा मांगनी है, उसके साथ रहना है, और साथ ही साथ और दूसरों को मदद करनी है। हालेलुया। तो आइए हम अपने स्वरों को झुकाएंगे, हम प्रार्थना में कुछ समय जाएंगे। आइए हम आंखों को बंद करें, स्वरों को झुकाएंगे। पिता परमेश्वर, आपका धन्यवाद करते सूर्य पिता इस समय के लिए जो आपने दिया। इस समय में पिता परमेश्वर हम सारे बच्चों को हम आपके हाथों में सौंपते हुए प्रार्थना करते हैं। हालेलुया। जो हमने कहानी से हमने जो सीखा उसके अकॉर्डिंग चलने के लिए पिता परमेश्वर हमने हर एक जन को आपके साथ प्रार्थना करने के लिए, आपके साथ समय बिताने के लिए, आपके संग संग रहने के लिए पिता परमेश्वर, और दूसरों की मदद करने के लिए पिता आप हमारी सहायता और मदद करना। धन्यवाद करते सूर्य पिता। हालेलुया। पिता एक और बार फिर से इन सारे बच्चों को हम आपके हाथ में सौंपते हैं, जो परिवार को आपके हाथ में सौंपते हैं, उनकी पढ़ाई में हर एक स्थानों में पिता परमेश्वर आप उन्हें आशीष देने पाए। पिता धन्यवाद करते सूर्य, सारा आदर मान महिमा पिता हम आपको देते हुए यीशु मसीह के नाम से ग्रहण कर देते हैं। सबको जय मसीह की। हम नेक्स्ट वीक मिलेंगे, और परमेश्वर आप सभी को आशीष दे। सबको जय मसीह।